ചരിത്രത്തിൽ നിന്ന് പാകിസ്ഥാൻ ഒന്നും പഠിച്ചില്ല. ഭീകരതയെ തകർക്കും. കാർഗിൽ യുദ്ധ വിജയവാർഷികത്തിൽ മോദി. കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഗിൽ യുദ്ധസ്മാരകം സന്ദർശിച്ചു. വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലികൾ നേർന്ന് യുദ്ധസ്മാരകത്തിൽ അദ്ദേഹം പുഷ്പചക്രം സമർപ്പിച്ചു. രാജ്യത്തിനു വേണ്ടി ചെയ്യുന്ന ത്യാഗം അനശ്വരമാണെന്നും കാർഗിൽ വിജയ ദിവസ് നമ്മോട് പറയുന്നുവെന്നും ലഡാക്കിലെ ത്രാസിൽ നടന്ന ചടങ്ങിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പാകിസ്ഥാൻ മുൻപ് നടത്തിയ കുൽസിത ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടവരാണ്. എന്നാൽ അവർ ചരിത്രത്തിൽ നിന്നും ഒന്നും പഠിച്ചിട്ടില്ല. ഭീകരവാദത്തിലൂടെയും നിഴൽ യുദ്ധത്തിലൂടെയും ഇവർ എല്ലാം തുടരുകയാണ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഭീകരതയുടെ നേതാക്കന്മാർക്ക് എൻ്റെ ശബ്ദം നേരിട്ട് കേൾക്കാൻ സാധിക്കുന്ന സ്ഥലത്ത് നിന്നാണ്. നിങ്ങളുടെ നീചമായ ഉദ്ദേശങ്ങൾ ഒരിക്കലും വിജയിക്കില്ല എന്നാണ് ഭീകരതയുടെ രക്ഷാധികാരികളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നമ്മുടെ സൈനികർ പൂർണ്ണ ശക്തിയോടെ ഭീകരവാദത്തിനെ എതിർത്ത് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. വീരമൃത്യു വരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും പ്രധാനമന്ത്രി സന്ദർശിക്കും. രാഷ്ട്രപതി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ഉൾപ്പെടെയുള്ളവർ യുദ്ധസ്മാരകത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ശക്തമായ സുരക്ഷാ വലയത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ബജറ്റിന് പിന്നാലെ വൻ പ്രഖ്യാപനവുമായി റെയിൽവേ. കേരളത്തിന് ഗുണമുണ്ടാകുമോ? ഇന്ത്യയിലെ ട്രെയിൻ യാത്രക്കാർ ഏറെ നാളായി കാത്തിരുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും വന്ദേ മെട്രോയും പരീക്ഷണ ഘട്ടത്തിലേക്ക് കടന്നതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിനെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. 50ഓളം അമൃത് ഭാരത് ട്രെയിനുകൾ കൂടി അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വന്ദേ മെട്രോയും പരീക്ഷണ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. 10 ദിവസത്തിനുള്ളിൽ ഒരു വന്ദേ ഭാരത് എന്ന നിലയിൽ നിർമ്മാണം എത്തിയിട്ടുണ്ട്. 50 അമൃത് ഭാരത് ട്രെയിനുകൾ കൂടി അനുവദിച്ച അവയുടെ പണി തുടങ്ങിക്കഴിഞ്ഞു. നോൺ AC ട്രെയിനുകളാണ്. 22 കോച്ചുകളിൽ 11 എണ്ണം സ്ലീപ്പർ, 11 എണ്ണം ജനറൽ എന്നിങ്ങനെയാണ് യാത്രക്കാർക്ക് മികച്ച സേവനവും സൗകര്യവും പ്രദാനം ചെയ്യുന്ന പുതിയ രൂപകൽപ്പന നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾ ആരംഭിച്ചത്. എന്നാൽ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ 2019 മുതൽ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. ജൂലൈ 19 വരെയുള്ള കണക്കുകൾ പ്രകാരം വന്ദേ ഭാരത് 102 സർവീസുകൾ ഇന്ത്യയിൽ ഉടനീളം ഓടുന്നുണ്ട്. എയർ കണ്ടീഷൻ ചെയ്യാവുന്ന കോച്ചുകളുള്ള ഒരു LHB പുഷ്പുൾ ട്രെയിനാണ് അമൃത ഭാരത് ട്രെയിൻ. മികച്ച ആക്സിലേഷനായി ഇതിന് 2 ലോക്കോകളുണ്ട്. യാത്രക്കാർക്ക് മെച്ചപ്പെട്ട കാര്യങ്ങൾ ഒരുക്കുന്ന അതിനു വേണ്ടിയാണ് അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾ അവതരിപ്പിച്ചത്. മികച്ച സീറ്റുകൾ, മികച്ച ലാഗേജ് റാക്ക്, അനുയോജ്യമായ മൊബൈൽ ഹോൾഡ്, ചാർജ് പോയിന്റുകളും CCTV എന്നീ സൗകര്യങ്ങളും ഈ ട്രെയിനിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. അണികൾ ആശങ്കയിൽ. പിണറായിക്ക് 3ാം ഊഴം ഉറപ്പെന്ന് ജനങ്ങൾ. വയനാട് ചേർന്ന് ക്യാമ്പ് എക്സിക്യൂട്ടീവ് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനെ ചൊല്ലിയാണ് കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ക്യാമ്പ് എക്സിക്യൂട്ടീവ് പ്രതിപക്ഷ നേതാവ് വിട്ടുനിന്നു. വയനാട് ക്യാമ്പിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. DCC പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകി. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തിയത് ജില്ലകളുടെ ചുമതലയുള്ള KPCC ഭാരവാഹികൾ പരാതിപ്പെടുകയായിരുന്നു. ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഇന്നലെ രാത്രി KPCC പ്രസിഡന്റിൻ്റെ സാന്നിധ്യത്തിൽ ഓൺലൈനായി KPCC ഭാരവാഹി യോഗം വിളിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. ഇതോടെയാണ് തന്നെ അറിയിക്കാതെ യോഗം വിളിച്ചതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്തെ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നിന്ന് VD സതീശൻ അവസാന നിമിഷം പിന്മാറുകയായിരുന്നു. എന്നാൽ VD സതീശൻ ജില്ലയിലെ മറ്റ് ചില പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ രൂക്ഷമാകാനാണ് സാധ്യത. നാഥനില്ല കളരിയായി നേതൃത്വം മാറുന്നു. 4 നേതാക്കൾ 8 വഴിക്കാണ് പോകുന്നതെന്ന് പ്രവർത്തകരും ആരോപിക്കുന്നു. ഈ നില തുടർന്നാൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ
പിണറായിക്ക് തന്നെ മൂന്നാം ഊഴം ലഭിക്കും. മോദിയുടെ മൂന്നാം ഊഴം പിണറായിയും ആവർത്തിക്കാനാണ് സാധ്യതയെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. മന്ത്രിമാർ ഷിരൂരിൽ പോകാൻ വൈകിയത് ദൗർഭാഗ്യകരമെന്ന് കെ മുരളീധരൻ. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ കോഴിക്കോട് സ്വദേശിയെ കാണാതായ സ്ഥലത്തേക്ക് മന്ത്രിമാർ ഇപ്പോഴായിരുന്നില്ല പോകേണ്ടിയിരുന്നതെന്ന് മുരളീധരൻ പറഞ്ഞു. സിദ്ധരാമയ്യ സന്ദർശനം നടത്തിയപ്പോൾ മന്ത്രിമാർ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. രക്ഷാപ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ മന്ത്രിമാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ മെച്ചമായ ഗുണങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. അർജുനൻ്റെ നാട്ടുകാരായ മന്ത്രിമാർ, പ്രത്യേകിച്ച് AK ശശീന്ദ്രൻ ഇതുവരെ അവിടെ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇത് വളരെ ദൗർഭാഗ്യകരമായി എന്നും മുരളീധരൻ പറഞ്ഞു. സ്വന്തം മണ്ഡലമല്ലെങ്കിലും മഞ്ചേശ്വരം MLA അവിടെയുണ്ട്. തിരച്ചിൽ വൈകിയത് സംസ്ഥാനത്തിൻ്റെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിമാരായ മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഷിരൂരിൽ എത്തുമെന്നാണ് വിവരം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുപ്രീം കോടതി നോട്ടീസ്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച നടപടിയിലാണ് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ബില്ലുകൾ തടഞ്ഞുവെച്ചതിനെതിരെ കേരളം നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നടപടി. ഗവർണർക്ക് പുറമെ കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയച്ചു. പശ്ചിമബംഗാൾ ഗവർണർക്കും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. ബംഗാൾ സർക്കാരും കേരളവും തമിഴ്നാടും ഇതേ പ്രശ്നം ഉന്നയിച്ച് നേരത്തെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നതാണ്. അപ്പോഴും സുപ്രീം കോടതി ഗവർണർമാർക്കെതിരെ വിമർശനം നടത്തിയിരുന്നു. ഭരണഘടന മറികടക്കരുതെന്ന മുന്നറിയിപ്പുമായി കേന്ദ്രം. കേരള സർക്കാരിൻ്റെ വിദേശ സഹകരണ ചുമതല നൽകുന്നതിനാണ് മുന്നറിയിപ്പ്. കേരള സർക്കാരിൻ്റെ വിദേശ സഹകരണ ചുമതല IAS ഉദ്യോഗസ്ഥ K. വാസുകിക്ക് നൽകിയതിനാൽ മുന്നറിയിപ്പുമായി കേന്ദ്രം സംസ്ഥാന സർക്കാർ ഭരണഘടന മറികടക്കരുതെന്നാണ് നിർദ്ദേശം. അധികാര പരിധിക്ക് അപ്പുറമുള്ള കാര്യങ്ങളിൽ കടന്നു കയറരുതെന്നും വിദേശകാര്യം കേന്ദ്ര സർക്കാരിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട വിഷയമാണെന്നും കേന്ദ്രം വ്യക്തമാക്കി. വാസുകിയിലൂടെ നിയമനത്തിൽ ശക്തമായ വിമർശനമാണ് കേന്ദ്രം ഉന്നയിച്ചിരിക്കുന്നത്. വിദേശ സഹകരണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളുടെ ചുമതലയുള്ള സെക്രട്ടറിയായി വാസുകിയെ ജൂലൈ 15-നാണ് നിയമിച്ചത്. ഇത് വിവാദമായപ്പോൾ വിദേശ സഹകരണ കുറച്ചു കാലമായി നിലവിലുണ്ടെന്നും ചീഫ് സെക്രട്ടറി ഡോക്ടർ V. വേണു വിശദീകരിച്ചു. ഇതര രാജ്യങ്ങളിൽ നിന്ന് സംസ്ഥാനത്തേക്ക് വരുന്ന പ്രതിനിധികളുമായി മികച്ച ഏകോപനത്തിലായാണ് വകുപ്പ് രൂപീകരിച്ചതെന്നാണ് വിഷയത്തിൽ കേരള സർക്കാരിൻ്റെ നിലപാട്. വിദേശകാര്യം കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലാണെന്ന കാര്യം അറിയാവുന്നതുകൊണ്ടല്ല സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയതെന്ന് ചീഫ് സെക്രട്ടറി പ്രതികരിച്ചു. അതേസമയം വാസുകിയുടെ നിയമനത്തിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി കേരള BJPയും രംഗത്തെത്തിയിരുന്നു. വിദേശകാര്യങ്ങളിൽ LDF സർക്കാരിന് യാതൊരു അധികാരവുമില്ലെന്ന് K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കേരളത്തെ പ്രത്യേക രാജ്യമാക്കാനാണോ മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും K. സുരേന്ദ്രൻ ചോദിച്ചു.